ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നാം മുഹറം മാസത്തിലാണ് എത്തി നിൽക്കുന്നത്. മുഹറം 10 അഥവാ ആശൂറ ദിനത്തിന് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈ ദിവസവുമായി ബന്ധപ്പെട്ട് അള്ളാഹു തൻ്റെ മഹാനായ പ്രവാചകനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും രക്ഷിക്കുകയും ഭൂമിയിലെ ഏറ്റവും വലിയ അഹങ്കാരികളിൽ ഒരാളായ ഫിർഔനിനെയും അവൻ്റെ സൈന്യത്തെയും നശിപ്പിക്കുകയും ചെയ്ത ദിവസമാണ്. ഫിർഔൻ അഹങ്കാരത്തിൻ്റെ പ്രതീകമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅ. തീർച്ചയായും ഫിർഔൻ ഭൂമിയിൽ അഹങ്കാരം കാണിക്കുകയും ജനങ്ങളെ പല വിഭാഗങ്ങളാക്കുകയും ചെയ്തു. ഏതുവരെ അവൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവൻ പറഞ്ഞു, അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും ഉയർന്ന രക്ഷിതാവ് എന്നവൻ ഉറക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി. അധികാരവും സൈന്യവും സമ്പത്തും അവനെ സത്യത്തിൽ നിന്ന് അകറ്റിയെന്ന് മാത്രമല്ല, അള്ളാഹുവിനെതിരെ കലഹിക്കുകയും ജനങ്ങളെ വഴിപിഴപ്പിക്കുകയും ചെയ്തു. അത്തരമൊരു സാഹചര്യത്തിലാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ നിയോഗിച്ചത്. തൂർമലയിൽ വെച്ച് അള്ളാഹു അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു, ഇന്നനി അനല്ലാ ലാ ഇലാഹ ഇല്ല അന ഫഅ്ബുദ്നി, ഞാനാണ് അള്ളാഹു, ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അതിനാൽ എന്നെ ആരാധിക്കൂ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിനെ സമീപിച്ച് അവനെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. നിരവധി ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു. പക്ഷേ ഫിർഔൻ സത്യത്തെ സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ തന്നെയുണ്ടായിരുന്ന ഒരാൾ സത്യത്തെ സ്വീകരിച്ചു. അതവൻ്റെ ഭാര്യയായ ആസിയ ബിൻത് മസാഹിം റളിയല്ലാഹു അൻഹയായിരുന്നു. അതിൻ്റെ പേരിൽ അതിക്രൂരനായ രാജാവും തൻ്റെ ഭർത്താവുമായ ആ ദുഷ്ടൻ അവരെ ശക്തമായ പീഡനങ്ങൾക്കിരയാക്കുകയും അവസാനം കൊന്നുകളയുകയും ചെയ്തു എന്നാണ് ചരിത്രം. ഭർത്താവ് ഭൂമിയിലെ ഏറ്റവും വലിയ അക്രമിയായിരുന്നെങ്കിലും അവൾ അള്ളാഹുവിൽ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ അവളെ എല്ലാ വിശ്വാസികൾക്കും മാതൃകയാക്കിയത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ, വിശ്വസിച്ചവർക്ക് അള്ളാഹു ഫിർഔനിൻ്റെ ഭാര്യയെ ഒരു മാതൃകയായി അവതരിപ്പിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് വിളംബരം ചെയ്തത്. ഇത്രയും വലിയ കൊടിയ പീഡനങ്ങൾക്കിരയാവുമ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെടാൻ തൻ്റെ നാവൊന്ന് അനക്കിയാൽ മതിയായിരുന്നു. പക്ഷേ അവർ തിരഞ്ഞെടുത്തത് പരലോകമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ധീരവനിത ഇപ്രകാരം പ്രാർത്ഥിക്കുകയായിരുന്നു, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്നതി വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, എനിക്ക് നീ ഈ ഫിർഔനിൻ്റെ പീഡനങ്ങൾക്ക് പകരമായിക്കൊണ്ട് സ്വർഗത്തിൽ എനിക്ക് നീ ഒരു ഭവനം പണിതു തരണമേ. ഈ ഫിർഔനിൽ നിന്നും അവൻ്റെ അക്രമങ്ങളിൽ നിന്നും അവൻ്റെ അക്രമികളായ സൈന്യങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം രാജകൊട്ടാരവും അധികാരവും അവൾക്ക് സ്വർഗത്തേക്കാൾ പ്രിയപ്പെട്ടതായിരുന്നില്ല. ഈമാനായിരുന്നു അവളുടെ സമ്പത്ത്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും വിശ്വാസികളോടും പുറപ്പെടാൻ കൽപ്പിച്ചു. ഫിർഔൻ തൻ്റെ സൈന്യവുമായി പിന്തുടർന്നു. അപ്പോൾ അല്ലാഹു പറഞ്ഞു, ഫളിറിബ് ബിഅസാക്കൽ ബഹറ ഫൻഫലഖ്, നിന്റെ വടി കൊണ്ട് കടലിലടിക്കൂ. അപ്പോൾ കടൽ പിളർന്നു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും വിശ്വാസികളും രക്ഷപ്പെട്ടു. ഫിർഔനും സൈന്യവും മുങ്ങി നശിച്ചു. ഇതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദാ യൗമുൻ നജ്ജല്ലാഹു ഫീഹി മൂസ വഖൗമഹു വഅഗ്റക ഫിർഔന വഖൗമഹു. ഇത് അല്ലാഹു മൂസയെയും അദ്ദേഹത്തിൻ്റെ ജനതയെയും രക്ഷിക്കുകയും ഫിർഔനിനെയും അവൻ്റെ ജനതയെയും മുക്കി നശിപ്പിക്കുകയും ചെയ്ത ദിവസമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശൂറ നോമ്പ് നോൽക്കുകയും മുസ്ലിങ്ങളെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ഈ ചരിത്രം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ഒന്നാമതായി, സത്യത്തിൻ്റെ ശക്തി സംഖ്യയിലോ അധികാരത്തിലോ അല്ല, അള്ളാഹുവിലുള്ള വിശ്വാസത്തിലാണ് എന്നതാണ് ഒന്നാമതായി. രണ്ടാമതായി, അഹങ്കാരം മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്നു. ഫിർഔൻ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മൂന്നാമത്, മോശം സാഹചര്യങ്ങളിൽ ജീവിച്ചാലും ഈമാൻ കാത്തു സൂക്ഷിക്കാൻ കഴിയും എന്നതാണ് ആസിയ റളിയല്ലാഹു അൻഹയുടെ മഹത്തായ മാതൃകയിലൂടെ നമ്മെ അള്ളാഹു പഠിപ്പിക്കുന്നത്. നാലാമതായി, അള്ളാഹുവിൻ്റെ സഹായം വൈകിയേക്കാം, പക്ഷേ അതൊരിക്കലും നഷ്ടമാവില്ല. അഞ്ചാമതായി, ആശൂറ ദിനം ഒരു ചരിത്ര സംഭവത്തിൻ്റെ ഓർമ്മ മാത്രമല്ല, സത്യത്തിൻ്റെയും വിജയത്തിൻ്റെയും
തൗഹീദിൻ്റെയും മഹത്വത്തിൻ്റെയും ദിനമാണ്. പ്രിയ സഹോദരങ്ങളെ, അവസാനമായി നാം മനസ്സിലാക്കേണ്ടത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മെ അള്ളാഹുവിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കുന്നു. ഫിർഔന്റെ ചരിത്രം, അഹങ്കാരത്തിൻ്റെ അന്ത്യം എന്താണെന്ന് പഠിപ്പിക്കുകയും ആസിയ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം സാഹചര്യങ്ങൾ എത്ര കഠിനമായാലും ഈമാനിൽ ഉറച്ചു നിൽക്കാൻ പഠിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാനും ചക്കുവയും പ്രദാനം നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.